US അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഇന്ത്യ ആവശ്യപ്പെട്ട 28 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും കിട്ടി. പിന്നാലെ ട്രംപിനെ തള്ളിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം. യുഎസിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടത് 28 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ മാത്രമായിരുന്നുവെന്നും 2 ഘട്ടങ്ങളിലായി 2025 ഡിസംബറോടെ എല്ലാ വിതരണങ്ങളും സമയബന്ധിതമായി പൂർത്തിയായിരുന്നതായും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വസ്തുതാ പരിശോധനയ്ക്ക് ശേഷമാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. 2015-ൽ 22 എണ്ണവും 2020-ൽ 8 എണ്ണവുമാണ് US ഇന്ത്യക്ക് കൈമാറിയത്. 68 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കാലതാമസം വന്നതിനാൽ വിതരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് അവകാശവാദം ഉന്നയിച്ചത്. ഹെലികോപ്റ്ററുകൾക്കായുള്ള ഇന്ത്യയുടെ ഓർഡർ ലഭിച്ചിട്ട് 5 കൊല്ലമായെന്നും ഹെലികോപ്റ്ററുകളുടെ കൈമാറ്റം വേഗത്തിലാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവയാണ് AH-64 ഈ US ആക്രമണ ഹെലികോപ്റ്റർ. എല്ലാ കാലാവസ്ഥയിലും രാവും പകലും ഉപയോഗിക്കാൻ കഴിയുന്ന റഡാറുകളും സെൻസറുകളും നിറഞ്ഞ ഇരട്ട എഞ്ചിനാണ് ഇവയ്ക്കുള്ളത്. 10 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് വെൽഫെയർ മിസൈലുകളും ഹൈഡ്ര റോക്കറ്റുകളും തൊടുക്കാനും 1200 റൗണ്ടുകൾ 30 mm വലിപ്പമുള്ള പീരങ്കി ഷെല്ലുകൾ ഉപയോഗിച്ച് 2 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാനും സ്റ്റങ്കർ എയർ ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് മറ്റ് വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വീഴ്ത്താനും കഴിയും. എന്നാൽ വില കൂടുതൽ ഈ ഹെലികോപ്റ്റർ സ്വന്തമാക്കാൻ തടസ്സമാകുന്നുണ്ട്. ഒരു ഹെലികോപ്റ്ററിന് മിസൈലുകളും വെടിക്കോപ്പുകളും ഉൾപ്പെടെ ഏകദേശം $180 മില്യൺ, അതായത് 1350 കോടി രൂപ വില വരും. സ്വദേശീയമായി നിർമ്മിച്ച ഹാലിന്റെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചണ്ഡിന് ഏകദേശം $48 മില്യൺ അല്ലെങ്കിൽ 400 കോടി രൂപയാണ് ചിലവ്. ഉയർന്ന വില കാരണം 39 US ആക്രമണ ഹെലികോപ്റ്ററുകൾ 22 വ്യോമസേനയ്ക്കും 17 സൈന്യത്തിനും വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നുവെന്ന് വെറും 28 എണ്ണത്തിലേക്ക് ചുരുക്കി. ആധുനിക ആക്രമണ ഹെലികോപ്റ്റർ ഒരു US ആശയമാണ്. വിയറ്റ്നാം യുദ്ധ സമയത്താണ് ഈ ആശയം ഉത്ഭവിച്ചത്. ഗ്രൗണ്ട് ട്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിനായി പീരങ്കികൾ, റോക്കറ്റുകൾ, ഗൈഡഡ് മിസൈലുകൾ എന്നിവ വഹിക്കുന്ന ഹെലികോപ്റ്ററുകൾ US വിന്യസിച്ചിരുന്നു. ചെയ്യാത്ത ഒരു യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്തതാണ് അപ്പാച്ചെ. സോവിയറ്റ് ടാങ്കുകൾക്കെതിരായും യൂറോപ്പിലെ വായു കര യുദ്ധങ്ങൾക്കെതിരായുമാണ് അപ്പാച്ചെ സൃഷ്ടിച്ചത്. 2001-ലെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശത്തിൽ അപ്പാച്ചെകൾ അടുത്തുള്ള വ്യോമസഹായം, നിരീക്ഷണം, താലിബാൻ വിമതരെ പോരാടുന്ന അമേരിക്കൻ പിന്തുണയുള്ള സൈന്യങ്ങളെ പിന്തുണയ്ക്കുന്ന ദൗത്യങ്ങൾ എന്നിവ നിർവഹിച്ചു. മാർച്ച് 2003-ൽ US നയിച്ച ഇറാഖ് അധിനിവേശത്തിനിടയിൽ സദ്ദാം ഹുസൈന്റെ സൈന്യം 30 അപ്പാച്ചെകളുടെ ഒരു ശ്രേണിയെ പതിയിരുന്ന് ആക്രമിച്ചു. അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു, ഒന്ന് വീഴ്ത്തുകയും ചെയ്തു. റഷ്യയുടെ Mi-28നെ ചിലവിലും സാങ്കേതിക പാരാമീറ്ററുകളിലും തോൽപ്പിച്ചതോടെ 2007-ൽ സോവിയറ്റ് നിർമ്മിത Mi-35 ഗൺഷിപ്പുകൾക്ക് പകരം 22 ആക്രമണ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള ആലോചന ഇന്ത്യ നടത്തി. 2015-ൽ ഇന്ത്യ ആദ്യത്തെ അപ്പാച്ചെകൾക്ക് കരാർ ഒപ്പിട്ടു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ തട്ടിക്കൊണ്ടുപോകലിന് US സൈന്യം വിന്യസിച്ച ഏകദേശം 180 വിമാനങ്ങളിൽ അപ്പാച്ചെകളും ഉൾപ്പെട്ടിരുന്നു. 2700-ലധികം അപ്പാച്ചെകൾ US നിർമ്മിച്ചിട്ടുണ്ട്. പുതിയവയുടെ നിർമ്മാണത്തെക്കുറിച്ച് തീരുമാനമായിട്ടില്ലെന്നാണ് വിവരങ്ങൾ. 2026-ൽ പുതിയ അപ്പാച്ചെകളുടെ വിപണനം US ലിസ്റ്റ് ചെയ്തിട്ടുമില്ല. US അതിന്റെ എല്ലാ എയർ കാലറി സ്ക്വാഡ്രണുകളും വെട്ടിക്കുറയ്ക്കുകയും കൂടുതൽ ഫലപ്രദമായ അടുത്ത തലമുറ റോട്ടറി ആളില്ലാ വിമാനങ്ങളുടെ സംയുക്ത ശ്രേണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമാണെന്ന് ലഭ്യമായ വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.